നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൽ ആഴ്സണൽ കുതിപ്പ് തുടരുകയാണ്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വെസ്റ്റ് ഹാമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് താൽക്കാലികമായിട്ട് അവരിപ്പോൾ പ്രീമിയർ ലീഗ് ടേബിളിൽ 1-ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയുമാണ്. പക്ഷെ സങ്കടകരമെന്ന് പറയുന്ന ഒഡേഗാർഡിൻ്റെ കാര്യമാണ്. ഇന്നും അദ്ദേഹത്തിന് പരിക്ക് പറ്റി പിൻവാങ്ങേണ്ടി വന്നു. ഇപ്പോൾ സങ്കടകരമായ ഒരു റെക്കോർഡും കുറിച്ചിരിക്കുന്നു. മാർട്ടിൻ ഒഡേഗാർഡ് ഈസ് ദി ഫസ്റ്റ് പ്ലെയർ ഇൻ ദി ഹിസ്റ്ററി ഓഫ് പ്രീമിയർ ലീഗ് ടു ബി സബ്ഡ് ഓഫ് ബിഫോർ ഹാഫ് ടൈം ഇൻ 3 straight ലീഗ് സ്റ്റാർട്ട്സ്. തുടർച്ചയായ 3 ലീഗ് സ്റ്റാർട്ടുകളിൽ ഹാഫ് ടൈമിന് മുമ്പ് പരിക്കേറ്റ് സബ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ പ്രീമിയർ ലീഗ് താരമാണ് ഒഡേഗാർഡ്. എന്തായാലും ഹൊറിബിൾ ആയിട്ടുള്ള ഇഞ്ചുറിയിലേക്കാണ് അദ്ദേഹത്തിന് എന്ന് പറയാതെ വയ്യ. കളിയിൽ ആഴ്സണലിന് വേണ്ടി ഡെക്ലാൻ റൈസും സാക്കയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഇറങ്ങിയത് ഗ്യോക്കഴസും സാക്കയും ട്രസാർഡും ഒക്കെ ഒരുമിച്ചായിരുന്നു. കളിയുടെ 38-ാമത്തെ മിനിറ്റിലാണ് ഡെക്ലാൻ റൈസിലൂടെ ആഴ്സണൽ ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. ആ ഗോൾ പക്ഷേ റൈസ് ആഘോഷിച്ചില്ല. തൻ്റെ മുൻ ടീമിനെതിരെയുള്ള ഗോളായതുകൊണ്ട് തന്നെ സെലിബ്രേഷനിലേക്ക് അദ്ദേഹം പോയില്ല. ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ ഒരു ഗോൾ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 67-ാമത്തെ മിനിറ്റിൽ ലഭിച്ച് പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് സാക്ക അവരുടെ ലീഡ് 2-ആക്കി വർദ്ധിപ്പിച്ചു. ആ ഒരു സ്കോറിന് അവർ വിജയിച്ച് കയറുകയും ചെയ്തു. സാക്കയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ 200-ാമത്തെ പ്രീമിയർ ലീഗ് മത്സരമായിരുന്നു ഇത്. 100-ാമത്തെ പ്രീമിയർ ലീഗ് ഗോൾ കോൺട്രിബ്യൂഷനും അദ്ദേഹം സ്വന്തമാക്കി. അതായത് 200 മത്സരങ്ങൾ, 55 ഗോളുകൾ, 45 അസിസ്റ്റുകൾ. ഇപ്പോഴും 24 വയസ്സേ ഉള്ളൂ സാക്കക്ക് എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും ഈ കളി വിജയിച്ചതോടുകൂടി 7 കളികളിൽ നിന്ന് 16 പോയിന്റുമായിട്ട് 1-ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ് പ്രീമിയർ ലീഗ് ടേബിളിൽ ആഴ്സണൽ. ഇന്നിപ്പോൾ ലിവർപൂളിൻ്റെ കളി നടക്കാൻ പോവുകയാണ്. ആ കളിയിൽ ചെൽസിക്കെതിരെ അവർക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ 1-ാം സ്ഥാനം തിരികെ പിടിക്കാൻ പറ്റും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.